ഹായ് ഓൾ വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ പി എസ് യുസ് ഇഷ്ടംപോലെ പി എസ് യു ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കുറെ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ പലരുടെ ഒരു ധാരണ ഓൾ ഇന്ത്യ ലെവൽ ആയതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ആണ്, കുറെ അപ്ലിക്കൻസ് ഉണ്ടാവും, ആ ഒരു ധാരണയൊക്കെ നിങ്ങളിൽ പലരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ച ഒരു എച്ച് പി സി എൽ അല്ലെ, ജൂൺ മാസം വിളിച്ച എച്ച് പി സി എല്ലിന്റെ എത്ര അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നുണ്ടാവുക. അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ എക്സിക്യൂട്ടീവ് സിവില് 50 വേക്കൻസി, മെക്കാനിക്കൽ 15 വേക്കൻസി, ക്യു സി 19, മെക്കാനിക്കൽ എഞ്ചിനീയർ 98 വേക്കൻസി, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 35, സിവിൽ 16, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. ജൂനിയർ എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ഡിപ്ലോമയും അതേപോലെ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബിടെക് ആയിരുന്നു ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 25 വയസ്സായിരുന്നു അവിടെ ഏജ് ലിമിറ്റ്. അപ്പം ഈ 25 വയസ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ കുറയാനുള്ളൊരു കാരണമാണ്. കാരണം വെച്ചാൽ 25 വയസ്സിന് കൂടുതലുള്ളവരായിരിക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. കാരണം വെച്ചാൽ 25 വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കും കുറെ പേർക്കൊക്കെ എന്താ ആ ഒരു സമയത്തായിരിക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ജോലി വേണമെന്നുള്ള രീതിയിൽ. ഓക്കെ, അല്ലാതെ ഉള്ളവരുണ്ട് ബിടെക് അല്ലെങ്കിൽ ഈ ബിടെക് പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി, ആ ഒരു ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറുന്ന രീതിയിലും കുറെ പേരുണ്ട്. പക്ഷെ മജോറിറ്റി എന്താ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ അപ്ലിക്കൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കെമിക്കൽ എഞ്ചിനീയറിന്റെ കേസിൽ 25 വേക്കൻസി ഉണ്ടായിരുന്നു. അവിടെ ടോട്ടൽ 4,489 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സിവിൽ എഞ്ചിനീയർ ആണെങ്കിലോ 7,887, ഇലക്ട്രിക്കൽ 9,607. അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ വെറും 5,000 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ 2,800, ക്യൂ സി 3,348. നിങ്ങൾ കേരള പീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഇപ്പം സിവിലിന്റെ ഒരു എക്സാം ലെവൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ 20,000 അപ്ലിക്കൻസ് ആണ് വരുന്നത്. ഇവിടെ ബിടെക് ലെവലായിട്ട് തന്നെ മൊത്തം ഓൾ ഇന്ത്യ ലെവലാകെ 7,887 അപ്ലിക്കൻസേ വന്നിട്ടുള്ളൂ. അതേപോലെ ഡിപ്ലോമ ലെവലാണെങ്കിൽ 30,000 അപ്ലിക്കൻസ് വരുന്നത് ഇവിടെ ഇന്ത്യ ഡിപ്ലോമ ലെവലാകെ 5,000 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മെക്കാനിക്കലിന്റെ കേസും വ്യത്യസ്തമൊന്നല്ല. എം ബി ഒക്കെ ഡിപ്ലോമ ലെവൽ എത്ര അപ്ലിക്കൻസാ വന്നേക്കുന്നത്? ഇവിടെ ഓൾ ഇന്ത്യ ലെവൽ 2,800 അപ്ലിക്കൻസേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഓൾ ഇന്ത്യ ലെവൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കൻസ് കുറവാണ്. കാരണം വെച്ചാൽ 25 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കോർ സബ്ജക്ട്സിൽ എന്താ തറ ആവാം. ഏറ്റവും ബേസിക് തൊട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് തന്നെ എന്താ നിങ്ങൾ പഠിക്കുന്ന നല്ല വൃത്തിയായിട്ട് എന്താ പഠിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതുവരെ ഈ ഒരു എക്സാംസിനൊക്കെ എന്താ അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കൂടുതൽ പി എസ് യു വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.